ട്രംപിന്റെ പുതിയ ഭീഷണി വന്നിട്ടുണ്ടല്ലോ. ഇന്ത്യ ഇനി വരുന്ന നാളുകളിൽ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരുമെന്ന്. ട്രംപിന് സത്യത്തിൽ ചിത്തഭ്രമമായിട്ടുണ്ടോ? ട്രംപിനെ നല്ല രീതിയിൽ ഇന്ത്യ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് നമ്മൾ ഇന്നലെ നടന്ന പാർലമെന്റ് സമ്മേളനം, ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് നടക്കുന്നുണ്ടല്ലോ പാർലമെന്റ്, മൺസൂൺ സമ്മേളനം, വർഷകാല സമ്മേളനം, ആ സമ്മേളനവുമായിട്ട് ബന്ധപ്പെടുത്തി അതിൽ ഉന്നയിച്ച കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഇതിന്. ട്രംപ് പ്രത്യക്ഷമായ കാരണം പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നതും ആയുധങ്ങൾ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് യുക്രൈൻ യുദ്ധം അവസാനിക്കാത്തത്. നമുക്കറിയാം ഏകദേശം 60% എണ്ണ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇത് നിർത്തിയില്ലെങ്കിൽ നമുക്ക് ഇന്നലെ തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, അറിയാലോ. 25% ആണ് നമുക്കിതിന് പ്രഖ്യാപിച്ചിട്ട്. അതിന് പുറമെ പിഴയുമുണ്ട്. ഈ പിഴ വരുന്നത് എന്തുകൊണ്ടാണ്? റഷ്യയുടെ കയ്യിൽ നിന്നുള്ള ഇത് വാങ്ങിക്കുന്നുണ്ട്. ബാക്കി ഉള്ള രാജ്യങ്ങൾക്കുള്ള പിഴ വഴിയെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് പ്രത്യക്ഷ കാരണമായിട്ട് പറയുന്നത് ഇതാണ്. പക്ഷേ ഇന്നലെ മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടായ പാർലമെൻറ്റിൽ, അതായത് ഇന്നലെയാണ് പ്രധാനമന്ത്രി മോദി ആദ്യമായിട്ട് ട്രംപിനെതിരെ സംസാരിച്ചത്. ട്രംപിനെതിരെ തന്നെ പേരെടുത്തല്ല. അപ്പോൾ നമ്മുടെ ഭാവി പ്രധാനമന്ത്രി ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി, അദ്ദേഹം പാർലമെൻറ്റിലിരുന്ന് വലിയ എന്താ പറയുക, കഴമ്പില്ലാത്ത വാദങ്ങളാണ്, പൊളിച്ചടുക്കിയ വാദങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ട്രംപ് കഴിഞ്ഞ 73 ദിവസങ്ങളിൽ 29 തവണയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, താനാണ് മധ്യസ്ഥത വഹിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ 29 തവണ പറഞ്ഞു. മോദി ഒരിക്കൽ പോലും അതിന് മറുപടി പറഞ്ഞില്ല. ട്രംപ് ഒരു കള്ളനാണെന്ന് പറയണമായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ 50% ധൈര്യമെങ്കിലും ഉണ്ടെങ്കിൽ അത് മോദി പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ പണ്ട് അറിയാലോ, അമേരിക്ക നമുക്കെതിരെ യുദ്ധത്തിനൊന്നൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ മോദിയെ പ്രകോപിപ്പിച്ചു. അപ്പോൾ അവിടെ വേണ്ടത് മോദി അവിടെ ട്രംപിനെ കള്ളനാണെന്ന് പറയണം. അപ്പോൾ അതുവഴി പിന്നീട് അടുത്ത വിഷയം ഉണ്ടാവണം. നമ്മുടെ രാജ്യം തകർന്ന് കൂപ്പ് കുത്തിയാലും അയാൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, കാരണം അയാളല്ലല്ലോ തലപ്പത്തിരിക്കുന്നത്. മോൻ ചത്താലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി. മരുമോളുടെ കണ്ണീര് കാണുമ്പോഴുള്ള കുളിര് മതി എന്നുള്ളതാണ്. അപ്പം ഇവിടെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് പ്രധാനമന്ത്രി നയതന്ത്രപരമായിട്ടാണ് ഉത്തരം പറഞ്ഞത്. അതിന് പറഞ്ഞത് ഒരു ലോക നേതാക്കളുടെ ഇടപെടലും ഉണ്ടായിട്ടില്ല, ഇന്ത്യയാണ് തീരുമാനിച്ചത് വെടിനിർത്തൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ട്രംപും വരും. ഒരു ലോക നേതാക്കളും ഇടയിൽ കയറി പറഞ്ഞിട്ടില്ല എന്ന്. കാരണം അവിടെ അദ്ദേഹം ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ വ്യക്തിപരമായി ആക്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇന്ത്യ ഒരിക്കലും അങ്ങനെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ ഒഴിച്ച് മറ്റു രാജ്യങ്ങളെ പറ്റിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. തലവന്മാരെ പറ്റിയൊക്കെ ഇന്ത്യയുടെ നയം അങ്ങനെ അല്ലായിരുന്നു, ഒരു കാലത്തും അങ്ങനെ പറയുന്നത്. നമുക്കെതിരെ നല്ല ഭീഷണി മുഴക്കിയാൽ നമ്മൾ തിരിച്ച് മറുപടി പറയും. അല്ലാതെ നമ്മൾ വേറെ വല്ലവരും ഇന്ത്യയുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് എടുക്കുന്ന പല തരത്തിലുള്ള ആൾക്കാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരോടൊന്നും ഇത്തരത്തിൽ മറുപടി ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മോദി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം ഉണ്ട് എന്താണ്, ഒരു ലോക നേതാക്കളും ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അത് ഈ പറയുന്ന പാർലമെൻറ്റിലെ സ്പീച്ചെല്ലാം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റഡ് ആയിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ H-1B വിസ നിർത്തലാക്കിയ കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ. അതായത് അവിടെയുള്ള ടെക്നീഷ്യൻ IT ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ട്രംപ് പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ കച്ചകെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ചൊടിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അത് സാമ്പത്തികമായിട്ട് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനമാണ്. എന്താണ്? അപ്പം ബ്രിക്സിൽ നമ്മൾ പങ്കെടുത്ത, അതാണ് രണ്ടാമത്തെ കാരണം. ബ്രിക്സ് എന്ന് പറയുന്നത് ഇപ്പം 5 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അല്ലേ. അതിൽ ഇപ്പോൾ ഉള്ളത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇതിലിനി മറ്റു രാജ്യങ്ങളും വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കറൻസി, അങ്ങനത്തെ ഒരു ആശയവിനിമയത്തിന് അവർ അത്തരത്തിൽ സാമ്പത്തിക ആശയവിനിമയത്തിന് അത്തരത്തിലൊരു കറൻസി കണ്ടുപിടിക്കുമെന്ന് പറയുന്നത് അമേരിക്കയിൽ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം ലോകത്തെമ്പാടത്തും ഡോളറാണ് ഒരു അല്ലേ, ഒരു സാർവത്രികമായിട്ട് എല്ലാ വ്യാപാരവും നടക്കുന്നത്, അംഗീകരിച്ച് പുതിയൊരു കറൻസി വരുന്നത് കൊണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്വന്തം കറൻസിയും അടിക്കും എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ. ഇതിലെല്ലാം കാണുന്ന ഇന്ത്യ ഇതിനകത്ത് എല്ലാത്തിലും ഉണ്ട്. ഇത് പിന്നെ ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച എണ്ണ ഇന്ത്യ മറച്ചു വിറ്റു. ഇന്ത്യ യൂറോപ്യൻ കൺട്രീസിലാണ്, ഈ നാറ്റോ കൺട്രീസിലാണ് കൊടുത്തത്. അപ്പോൾ ഈ നാറ്റോ രാജ്യങ്ങൾക്ക് ഇത് മറച്ചു വയ്ക്കുമ്പോൾ
ഇത് റഷ്യക്ക് തന്നെയാണ്, അതായത് ഇന്ത്യ വഴി നമ്മൾ ഒരു കപ്പി എന്നൊക്കെ പറയില്ലേ, കിണറിൽ നമ്മൾ കപ്പി എന്നല്ലേ തന്നെ പറയുന്നത്, അതുപോലെ ഇന്ത്യ അങ്ങനെ ഒരു കപ്പിയായിട്ട് മാറി. ഇന്ത്യയിലൂടെ ഇന്ത്യ അത് മറിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കി. പിന്നീട് ഇത് ചൈനയൊക്കെ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചൈനയും മുന്നോട്ട് വന്നു, ഇത് തന്നെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇതിനെ എല്ലാം പിന്നിൽ ആരുണ്ട്? ഇന്ത്യയുണ്ട്. അപ്പോൾ ഇവനെ പിടിക്കുക, ഇവനെ ശക്തി തൂക്കി എടുക്കുക എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ട്രംപ്, അതായത് നമ്മൾ രാജ്യത്തിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പിഴ എന്നുള്ളത് ഇതിന് പ്രത്യക്ഷമായ കാരണമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പാർലമെൻറ്റ് സമ്മേളനം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നാണ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഏറ്റവും അതിൻ്റെ ഘടകവിപരീതമായിട്ടുള്ള, ഘടകവിപരീതം എന്നല്ലേ പറയുന്നത്, ഘടകവിപരീതമായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഇയാൾ ചെയ്യുകയും ചെയ്യും. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ട്രംപ് ആദ്യം വന്ന സമയത്ത് പാകിസ്ഥാനെ തീവ്രവാദി രാജ്യമെന്ന് തന്നെ വിളിച്ചിരുന്നു. തീവ്രവാദത്തിനൊരു പോഷക, ഈ പാകിസ്ഥാനൊരു പോഷക ശക്തിയായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ആദ്യ ട്രംപ് സർക്കാരിന്. രണ്ടാം ട്രംപ് സർക്കാരിന് അങ്ങനെ ഒരു നിലപാടേ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഈ പറയുന്ന പാകിസ്ഥാനിൽ ഇതുവരെ അദ്ദേഹം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവസാനം പോയത് ബുഷാണെന്ന് തോന്നുന്നു. അതിനുശേഷം പോയിട്ടില്ല. ഒബാമ പോലും പോയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഒബാമയുടെ കാലഘട്ടത്തിലാണല്ലോ ഈ ഒസാമ ബിൻ ലാദനെ പിടികൂടുന്നത്. അപ്പോൾ ആ സമയത്തും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു നിലപാട് തന്നെയായിരുന്നു പാകിസ്ഥാനോട്, ആ ഒരു നിലപാട് തന്നെയായിരുന്നു ട്രംപിനും. പക്ഷെ രണ്ടാം ഘട്ടത്തിൽ വന്നപ്പോൾ മാറി. പാകിസ്ഥാനിൽ ഇപ്പോൾ ഈ പറയുന്ന എന്താണ്, ഏത് കമ്പനിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അത് നാളെ ഈ പറയുന്ന തീരുവയൊക്കെ പ്രഖ്യാപിക്കുന്ന നാളെ തൊട്ടാണല്ലോ. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായിരിക്കും എന്നാണ്, മാറ്റം ഉണ്ടാവും എന്ന്, അത് ഇങ്ങനെ പ്രഖ്യാപിക്കില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ഈ 5 റൗണ്ട് ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. 5 റൗണ്ട് ചർച്ചകളിലും ഒരു തൃപ്തികരമായിട്ടുള്ള, ഇന്ത്യക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുമായിട്ട് ഈ വിദേശകാര്യ മന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പീയൂഷ്, നമ്മുടെ വ്യവസായ മന്ത്രി വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ, നമ്മുടെ തന്നെ വ്യവസായ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ഈ ഒരു നീക്കത്തിനെ പ്രതിരോധിക്കാൻ തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ പ്രധാനമായിട്ടും അയക്കുന്ന, എനിക്ക് തോന്നുന്നു, ഈ പറയുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ, പിന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ, അത്തരത്തിൽ ഉള്ള പ്രോഡക്ട്സ്, പിന്നെ അങ്ങനത്തെ പ്രോഡക്റ്റുകളാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. അപ്പം അത്തരം ഉൽപ്പന്നങ്ങൾക്കാണ് 25% തീരുവയും പിന്നെ പിഴയും എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ട്രംപിന് ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നോബൽ സമ്മാനം വേണം. അപ്പോൾ സമാധാനത്തിന് നോബൽ സമ്മാനമാണ്. അപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന പോലെ കുത്തിത്തിരിപ്പ് കൂടുതൽ. പറഞ്ഞ 6-7 യുദ്ധമുഖങ്ങളായി ഇപ്പം. അത് കഴിഞ്ഞ് ഇവിടുന്നെല്ലാം തിരിച്ചടി കടന്നേ. ഇപ്പോൾ ഇറാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ഹെലികോപ്റ്റർ അടിച്ച് ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഈ പറയുന്ന F-35, ഇവർ ബ്രിട്ടനിൽ കൊടുത്ത F-35 അതും ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യയിലാണ് തകർന്നു വീഴുന്നത്. അപ്പോൾ ഈ പറയുന്ന എയർഫോഴ്സസിൻ്റെ ICSൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ റഡാർ, അതായത് ഈ പറയുന്ന ഈ F-35 ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നാറ്റോ രാജ്യങ്ങളിലാണ് അത് ലാൻഡ് ചെയ്യേണ്ടത്. അതായത് ഈ F-35ൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അത് ഇവിടെ വേണോ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു അങ്ങനത്തെ ഒരു യുദ്ധ വിമാനമാണ്. അത് അറിയാലോ, ഈ പറയുന്ന സ്റ്റെൽത്ത് വിമാനമാണ്. അതായത് കപ്പലിൽ നിന്നാണ് അത് കുതിച്ച് പൊങ്ങുന്നത്. അപ്പോൾ അത് നാറ്റോ രാജ്യങ്ങളിൽ ആണ് ഇറക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ ഇറക്കേണ്ട ആവശ്യമില്ല, ഇന്ത്യ നാറ്റോ രാജ്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇറക്കിയത് ഈ പറഞ്ഞ പോലെ ഡാമേജ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഡാമേജ് ഉണ്ടായതിൻ്റെ കാരണം ഈ പറയുന്ന റഡാർ സിസ്റ്റത്തിൽ ഇത് മുൻകൂട്ടി അറിയിക്കാതെയാണത് ഇന്ത്യൻ അതിർത്തികളിലേക്ക് കയറി. അപ്പം ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു എയർഫോഴ്സിൻ്റെ ബേസിലേക്ക് ഇറക്കേണ്ടത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണിവാളുമെന്നറിയാം. കാരണം പിന്നെ നമ്മൾ എന്തെങ്കിലും ചോർത്തി എടുക്കുമെന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാണ് സിവിലിയൻ എയർപോർട്ടിൽ ഇറക്കിയത്. അപ്പോൾ എന്തായാലും അത് ഇവിടെ തകർന്ന് കിടന്നു. അതിനും കാരണമായത് ഇന്ത്യയാണ്. അപ്പം മൊത്തത്തിൽ ഇന്ത്യ ഇപ്പം ട്രംപിൻ്റെ എന്താ പറയുക, ഞാനന്ന് പറഞ്ഞിരുന്നു, ഒരു ട്രംപിൻ്റെ സ്പീച്ചിൽ, അതായത് ഇറാനെ അടിച്ചതിന് ശേഷം ട്രംപ് പറഞ്ഞ സ്പീച്ചിൽ അദ്ദേഹത്തിൻ്റെ യുദ്ധ ഉപകരണങ്ങളെ പറ്റി വളരെ വാചാലനായിരുന്നു. അതായത് മാഗ്നിഫിഷ്യൻ മെഷീൻസ് എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ ഇത് എവിടെ വേണോ, അതിന് എന്ത് വേണോ ചെയ്യാൻ കഴിയും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, ട്രംപ് ഇപ്പോൾ വളരെ പ്രകോപിതനാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നരേന്ദ്രമോദി ഇതിനെല്ലാം തന്നെ ഒരു പ്രതിവിധി കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇത് വളരെ മുൻകൂട്ടി കണ്ടിരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിന് ഈ ബ്രിക്സ് സമ്മിറ്റിൽ നിന്നൊക്കെ ഉള്ള ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എണ്ണപ്പാടത്തിനെ പറ്റി, ഘാനയിലെ എണ്ണപ്പാടങ്ങളൊക്കെ പറ്റി എണ്ണപ്പാടം തന്നെ എടുത്തു പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും.